പറവൂർ നിയോജക മണ്ഡലത്തിലെ രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു പോരാട്ടത്തിനാണ് ഇത്തവണ കേരളം സാക്ഷ്യം വഹിക്കുന്നത്. കഴിഞ്ഞ 2 പതിറ്റാണ്ടായി മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ തന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും വലിയ വെല്ലുവിളിയാണ് നേരിടുന്നത്. UDFന്റെ ഉരുക്ക് കോട്ടയെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പറവൂരിൽ സതീശനെ തളയ്ക്കുക എന്ന കൃത്യമായ ലക്ഷ്യത്തോടെ ഇടതുമുന്നണി വിന്യസിച്ചിരിക്കുന്നത് CPIയുടെ ഏറ്റവും ജനകീയനായ നേതാക്കളിൽ ഒരാളായിട്ടുള്ള E.T. ടൈസൺ മാസ്റ്ററെയാണ്. ഈ സ്ഥാനാർത്ഥി നിർണയം തന്നെ പറവൂരിലെ രാഷ്ട്രീയ സമവാക്യങ്ങളെ മാറ്റിമറിച്ചു കഴിഞ്ഞു. 2021 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ 21,301 വോട്ടുകളുടെ മികച്ച ഭൂരിപക്ഷത്തിലാണ് വി.ഡി. സതീശൻ വിജയിച്ച് നിയമസഭ കയറിയത്. എന്നാൽ അന്ന് നേരിട്ടതിനേക്കാൾ ശക്തമായിട്ടുള്ള രാഷ്ട്രീയ സാഹചര്യമാണ് ഇത്തവണ മണ്ഡലത്തിലുള്ളത്. കയ്പമംഗലം മണ്ഡലത്തിൽ നിന്ന് സിറ്റിംഗ് MLA ആയിട്ടുള്ള ടൈസൺ മാസ്റ്ററെ പറവൂരിലേക്ക് മാറ്റിയതിലൂടെ CPIയും LDFും നൽകുന്ന സന്ദേശം വളരെ വ്യക്തമാണ്. അത് സതീശന്റെ പരാജയം ഉറപ്പാക്കുക എന്നത് തന്നെയാണ്. കയ്പമംഗലത്തെ 22,698 വോട്ടുകളുടെ വമ്പൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ച ടൈസൺ മാസ്റ്റർ തന്റെ ലാളിത്യം കൊണ്ടും വികസന കാഴ്ചപ്പാടുകൾ കൊണ്ടും ഇതിനോടകം തന്നെ പറവൂരിലെ വോട്ടർമാരുടെ ജനഹൃദയങ്ങളിൽ സ്വാധീനം ചെലുത്തി കഴിഞ്ഞു. പ്രചാരണത്തിന്റെ ആദ്യഘട്ടങ്ങളിൽ ഒരു അതിഥിയായി എത്തിയ അദ്ദേഹം ഓരോ ദിവസവും കഴിയുന്തോറും മണ്ഡലത്തിലെ ഓരോ വീട്ടിലെയും അംഗമെന്ന നിലയിലേക്ക് വളരുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇടതുപക്ഷം ഇത്തവണ സതീശനെതിരെ ഉയർത്തുന്ന പ്രധാനപ്പെട്ട ആയുധം മണ്ഡലത്തിലെ വികസന മുരടിപ്പ് തന്നെയാണ്. 2001 മുതൽ തുടർച്ചയായി 5 തവണ MLA ആയിരുന്നിട്ടും പറവൂരിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിലോ വ്യവസായ മേഖലയിലോ കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാൻ സതീശന് കഴിഞ്ഞിട്ടില്ലെന്ന് ഇടതുപക്ഷം ആരോപിക്കുന്നു. സമീപ മണ്ഡലങ്ങളായിട്ടുള്ള വൈപ്പിനിലും കളമശ്ശേരിയിലും ഒക്കെ ഉണ്ടായിട്ടുള്ള വികസന കുതിച്ചുചാട്ടം പറവൂരിൽ ദൃശ്യമല്ല എന്ന് വോട്ടർമാർക്കിടയിലും സജീവ ചർച്ചയുണ്ട്. വികസന കാര്യത്തിൽ MLA പരാജയമാണെന്ന പ്രചരണം സാധാരണക്കാരായിട്ടുള്ള വോട്ടർമാരെയും സ്വാധീനിക്കുന്നുണ്ട്. 2021 LDF സ്ഥാനാർത്ഥിയായിരുന്ന MT നിക്സൺ 60,963 വോട്ടുകളാണ് നേടിയത്. ഇത്തവണ ടൈസൺ മാസ്റ്ററുടെ വ്യക്തിപ്രഭാവം കൂടി ചേരുമ്പോൾ LDF വോട്ടുകൾ 70,000 കടക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ. ഇത് സതീശന് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ സംസ്ഥാനം ഒട്ടാകെ പ്രചരണം നയിക്കേണ്ട വി.ഡി. സതീശൻ ഭൂരിഭാഗം സമയവും പറവൂർ മണ്ഡലത്തിൽ തന്നെ ചിലവഴിക്കേണ്ടി വരുന്നത് അദ്ദേഹത്തിന്റെ പരാജയ ഭീതിയുടെ ലക്ഷണമായി എതിരാളികളും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വന്തം മണ്ഡലമായിട്ടുള്ള ധർമ്മടത്തേക്കാൾ കൂടുതൽ സമയം സംസ്ഥാനത്തെ മറ്റു മണ്ഡലങ്ങളിലും പര്യടനം നടത്തുമ്പോൾ സതീശൻ പറവൂരിൽ ഒതുങ്ങിപ്പോയത് ടൈസൺ മാസ്റ്റർ ഉയർത്തുന്ന ശക്തമായിട്ടുള്ള ഒരു വെല്ലുവിളി മൂലമാണ്. ഓരോ വോട്ടും ഉറപ്പിക്കാൻ സതീശൻ നേരിട്ട് വോട്ടർമാരെ കാണേണ്ടി വരുന്നത് മണ്ഡലത്തിലെ അനിശ്ചിതാവസ്ഥയെ സൂചിപ്പിക്കുന്നതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം BJPയുടെ നിലപാട് തന്നെയാണ്. മുൻ തിരഞ്ഞെടുപ്പുകളിൽ സതീശന്റെ വിജയത്തിന് BJP വോട്ടുകൾ പരോക്ഷമായി സഹായിച്ചിരുന്നു എന്നൊരു ആരോപണം ശക്തമായിരുന്നു. 2016 21 NDAക്ക് വേണ്ടി മത്സരിച്ചത് BDJS ആയിരുന്നു. ഇതിലൂടെ BJPയുടെ ഉറച്ച വോട്ടുകൾ പലപ്പോഴും UDFിലേക്ക് മറിഞ്ഞിട്ടുണ്ടെന്ന് ഇടതുപക്ഷം കണക്ക് നിരത്തി വാദിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇത്തവണ ഈ ആരോപണത്തിന് അറുതി വരുത്താൻ BJP നേരിട്ട് താമര ചിഹ്നത്തിൽ സ്ഥാനാർത്ഥി ഇറക്കിയിരിക്കുകയാണ്. മുൻ KPCC ജനറൽ സെക്രട്ടറിയും നഗരസഭാ മുൻ ചെയർപേഴ്സണുമായിട്ടുള്ള വത്സല പ്രസന്നകുമാറാണ് BJPയുടെ സ്ഥാനാർത്ഥി. കോൺഗ്രസിന്റെ വോട്ട് ബാങ്കിൽ നേരിയ വിള്ളലുണ്ടാക്കാൻ ശേഷിയുള്ള നേതാവാണ് വത്സല. കഴിഞ്ഞ തവണ BDJS സ്ഥാനാർത്ഥിക്ക് വെറും 12,964 വോട്ടുകൾ മാത്രമാണ് ലഭിച്ചത്. എന്നാൽ ഇത്തവണ BJP സ്ഥാനാർത്ഥി 15,000 മുതൽ 20,000 വരെ വോട്ടുകൾ പിടിക്കുമെന്നാണ് കരുതുന്നത്. ഇതിൽ ഭൂരിഭാഗവും കോൺഗ്രസ് അനുഭാവമുള്ള വോട്ടുകളായിരിക്കും എന്നതും സതീശനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തലവേദന തന്നെയാണ്. സതീശന്റെ അക്കൗണ്ടിലേക്ക് എത്താറുള്ള BJP വോട്ടുകൾ ഇത്തവണ സ്വന്തം സ്ഥാനാർത്ഥിക്ക് പോവുകയും ടൈസൺ മാസ്റ്റർ ഇടതുപക്ഷ വോട്ടുകൾ വർദ്ധിപ്പിക്കുകയും ചെയ്താൽ പറവൂരിൽ വി.ഡി. സതീശൻ എന്ന വടവൃക്ഷം പൂർണ്ണമായും വീഴും. കോൺഗ്രസ് വിട്ടുപോയ വത്സല പ്രസന്നകുമാറിന് ലഭിക്കുന്ന ഓരോ വോട്ടും സതീശന്റെ പരാജയത്തിലേക്കുള്ള ദൂരവും കുറയ്ക്കുന്നുണ്ട്. വികസന മുരടിപ്പും ടൈസൺ മാസ്റ്ററുടെ ജനകീയതയും BJPയുടെ തന്ത്രപരമായിട്ടുള്ള സ്ഥാനാർത്ഥി നിർണയവും ചേർന്ന് പറവൂരിൽ വി.ഡി. സതീശനെ തളയ്ക്കാനുള്ള കളമൊരുക്കിയിരിക്കുകയാണ്. 5 തവണത്തെ ആധിപത്യം അവസാനിപ്പിച്ച് ടൈസൺ മാസ്റ്ററിലൂടെ പറവൂർ ചുവപ്പിക്കാൻ LDF സർവ്വസജ്ജമായി കഴിഞ്ഞു. വോട്ടർമാരുടെ മനസ്സിലെ മാറ്റം വോട്ടെണ്ണൽ ദിനത്തിൽ സതീശന് തിരിച്ചടിയാകുമെന്നാണ് നിലവിലത്തെ സൂചനകളിലൂടെ വ്യക്തമാവുന്നത്.